ഇവിടെ നിങ്ങൾ കാണുന്നതാണ് റിയൽ സമാധി. അദ്ദേഹം വന്നു കിടന്നു, ചുറ്റും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാം ഒത്തുകൂടി ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് സമയം പിന്നിടുന്നു, പൂർണ്ണമായും ചലനം പറ്റൂ. ഓക്കെ, അതെടുത്തുകൊണ്ട് പോകുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ട സാധനം ഒരു മഹാസമാധി എന്ന് പറയുന്നൊരു സംഭവമാണ്. നമ്മുടെ ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷണത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അതൊരു അന്വേഷണം വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ആ കുടുംബം തീർച്ചയായിട്ടും ഈ അറസ്റ്റ് വരിക്കേണ്ടി വരും. കാരണം കൊലപാതക കേസിൽ അവർ അകത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹം നോർമലായിട്ട് അങ്ങനെ ഒരു ഡെത്തിലേക്ക് പോകാനുള്ള സാഹചര്യമില്ലെന്ന് അവർ തന്നെ പറയാതെ പറയുന്നുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല. കാരണം അദ്ദേഹത്തിൻ്റെ വിധവ പറയുന്നത് കേട്ടോ, ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ഞ് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഇത് അച്ഛൻ പോയതാണ്, സമാധി ആയതാണമ്മ എന്ന്. ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമണം കൂട്ടും പോലെയല്ല, കാലൊക്കെ എടുത്ത് ധ്യാനത്തിന്. എൻ്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ്. ഞങ്ങൾ 8-9 മണിക്കൂർ അവിടെ 8-9 മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് സാധനങ്ങൾ ഒരുക്കിയെങ്കിലും അച്ഛൻ ജീവനുണ്ടോ എന്ന് അവിടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ നോക്കണേ. ഇവൻ വാങ്ങിക്കേണ്ട സാധനങ്ങൾ ഭസ്മം. കല്യാണത്തിന് മുമ്പേ അദ്ദേഹത്തിന് ധ്യാനമുണ്ട്. അദ്ദേഹത്തിന് അന്വേഷിച്ച് 2 മക്കളും ഉണ്ടായിട്ടുണ്ട്. പ്രണവാകാരം എന്നാണ് ഓംകാരത്തിനെ കുറിച്ച് ഹിന്ദു മെത്തോളജിയിൽ പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായെന്ന് ബൈബിൾ പറയുന്ന സെയിം സംഭവം തന്നെയാണ് ഓം. അപ്പോൾ ആ ഓംകാരത്തിനെയാണ് ഇവിടെ ഇങ്ങനെ ഓം എന്നുള്ളൊരു ദ്യോതകത്തിനെ സമരമുഖത്തിൽ ആൾക്കാർ ഈങ്കുലാബ് സിദ്ധാവൊക്കെ വിളിക്കുന്നത് പോലെ ഇവിടെ ഓം വിളിച്ചിട്ടാണ് ഇവിടെ ചെറുക്കുന്നത്. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാരെ അലോസരപ്പെടുത്തുന്ന വർഗീയതയും ഇതിനകത്ത് വരുന്നുണ്ട്. അച്ഛൻ എത്ര വർഷം കൊണ്ട് പറയാം സന്യാസ ജീവിതത്തിൽ അച്ഛന്റെ പവിത്രത കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? മൃത്യു. പര്യായപദം അറിയാത്തവർക്ക് മരണം, മൃത്യു, പിന്നെ എന്ത് പറയും, ഇനി സമാധി കൂടെയൊക്കെ നമുക്ക് അതിനകത്ത് പെടുത്താം. ഇവിടെ എല്ലാവർക്കും മരണം മാത്രമേ ഉള്ളൂ. അടുത്ത സമാധിയുടെ കാര്യം പുള്ളി പറയുന്നത്. എന്റെ മൃത്യുവായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോണത്. ഇതുവാണ് എല്ലാവരുടെയും മൃത്യു വരാൻ വേണ്ടിട്ട് പൊക്കോണ്ടിരിക്കുക. മുസ്ലിം തീവ്രവാദികൾ എന്തുവാ ഇതിനിടയിൽ കൂടെ അവരെ കൂടെ ഇട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു വർഗീയ ലഹള സമൂഹത്തിൻ്റെ അകത്ത് അന്തരീക്ഷം മാറ്റി. കാരണം ഈ സ്ഥലം എൻ്റെ സ്വന്തം നാടാണ് കേട്ടോ, തിരുവനന്തപുരം. ഈ പറയുന്ന സ്ഥലവും എൻ്റെ വീടുമായിട്ട് ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ പറയുന്ന ഈ ഒരു മേഖലയിനകത്ത് നിലവിൽ ഇടപെട്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ വളരെ കാട്ടുതീയായിട്ട് പടരുന്ന ഒരു സാഹചര്യമുള്ളതാണ്. തെക്കൻ ജില്ലയിൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ തെക്കൻ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രത്തോളം പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കും പോലെയൊന്നുമല്ല. അവിടെ വേറൊരു തരത്തിൽ കമ്മ്യൂണൽ ഇഷ്യൂസൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു ഏരിയയാണ്. അവിടെയാണ് ഇവർ ഈ ഒരു മതം കൂടെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തിങ്ങി നിൽക്കുന്ന 2 മതവിഭാഗങ്ങൾ തമ്മിൽ സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കളക്ടർ ഈ ഒരു കാര്യത്തിനകത്ത് ഇപ്പം നിലവിൽ അധികം അങ്ങോട്ടൊരു ഇത് കൊടുക്കാതെ എന്തായാലും നടത്തും, അഥവാ മാൻ മിസ്സിംഗ് ആണ്. സമീപവാസികളെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് പുറകോട്ട് പോകാൻ പറ്റും. ഒരു മനുഷ്യനല്ലേ, അയാളെ പിടിച്ച് അതിനകത്ത് എടുത്തിട്ട് എന്താ ചെയ്യുന്നുള്ള ആർക്കും അറിയത്തില്ല. എങ്കിലും ഇനി ഒരു കാര്യം കൂടെ, പറ്റി അയാൾ സ്വന്തമായി യൂണിയനിലുള്ള ആളാണ്. യൂണിയൻ പെൻഷൻ പറ്റി അയാൾ സ്വന്തമായിട്ട് അന്നൊക്കെയാണെങ്കിൽ അന്ന് ഞാൻ പൈസ കൊടുത്തു, പിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പറയും പോലെ അല്ല. അയാൾ യൂണിയനിലുള്ള ആളാണ്. യൂണിയൻ പെൻഷൻ പറ്റി അയാൾ സ്വന്തമായിട്ട് അന്നൊക്കെ ആണെങ്കിൽ അന്ന് ഞാനും പൈസ കൊടുത്തു, പിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പറയും പോലെ അല്ല. ഇവർ സ്വന്തമായിട്ട് അങ്ങനെ അയാളെ അധ്വാനത്തിൽ മാത്രം ഉണ്ടാക്കിയതല്ല. യൂണിയനിൽ നിന്ന് എല്ലാ ആളുകളും പൈസ കൊടുത്തു, ഞാൻ ഉൾപ്പെടെ കൊടുത്തു, കോവിൽ വയ്ക്കാൻ വേണ്ടിയേ. അന്ന് യൂണിയനിലുള്ള ആൾക്കാരെല്ലാം അന്ന് മലക്കറി ലാറിയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ രസീത് കൊടുത്താണ് ഇയാൾ വാങ്ങിക്കുന്ന പൈസ.
എല്ലാവരുടെയും പൈസ പറ്റിയാണ് അവിടെ ഒരു അമ്പലം പണിഞ്ഞത്, അവരുടെ സ്വന്തം അമ്പലം എന്നുള്ള രീതിയിലേക്ക് അവർ പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ നടന്ന പരിപാടിയെക്കുറിച്ച് ഇപ്പോൾ അവിടെ നാട്ടുകാരനായിട്ടുള്ള യൂണിയൻ്റെ അകത്തുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിനെ കുറിച്ച് പാവമെന്നാണ് പറയുന്നത്. എന്നാൽ മൂത്ത മോനെ കുറിച്ച് പറയുന്ന അത്ര നല്ല രീതിയിലും അല്ല. പിന്നെ കോവിൽ വെച്ചു, അഗസ്ത്യാർമുനി ആദ്യം, പിന്നീട് കോവിൽ വന്നു. നല്ല ഭക്തിയുള്ള കോവിലാണ്, നമ്മൾ വിശ്വാസമുള്ള കോവിൽ. പിന്നെ പിള്ളേർ രണ്ട് ശരിയല്ല, പിള്ളേർ ശരിയല്ല. കുഴപ്പം പ്രശ്നം പ്രശ്നം കൊച്ചുങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെ കോവിലിൽ തന്നെ മക്കൾ കാരണം ഇവിടെ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു, താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ട്. നമുക്ക് നമ്മൾ വീട് കണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഇയാൾ വാഴ വെച്ചങ്ങ് അടച്ച്. ആദ്യം എല്ലാവരും സോപ്പിട്ട് കാണുന്ന റോഡെല്ലാം ആൾക്കാർ ചുമ്മാ കൊടുത്തതാണ്, വേറെ വസ്തുവിൻ്റെതാണ്. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രം വരുമ്പോൾ എല്ലാവർക്കും നല്ലതല്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും വസ്തുവൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ റോഡ് വന്ന് വാഹനമൊക്കെ അവർ ആയപ്പം പിന്നെ ബാക്കിയുള്ളവരൊന്നും വേണ്ട. പിന്നെ പിള്ളേർ കൊച്ചുങ്ങൾ കൂടെ ചുരിദാറിട്ടോണ്ട് കോവിൽ വരാൻ പാടില്ല. എൻ്റെ മക്കൾ ഇവിടെയൊക്കെ വരുമായിരുന്നു കോവിലത്തോടെ. അപ്പോൾ ഈ അഗസ്ത്യാർമുനിയല്ലേ ആദ്യം ഉള്ളൂ. ആ സ്വാമിക്കുന്ന ഹാരം തന്നെ എൻ്റെ മക്കൾക്ക് ഈ കൊച്ചു പിള്ളേർക്ക് പിറ്റെന്നെടുത്ത് ഇടാക്കി കൊടുക്കും. തലേ വെച്ചോണ്ടാണ് ഇതുങ്ങൾ സ്കൂളിലൊക്കെ പോണത്. അപ്പോൾ നമുക്ക് ഭയങ്കര എനിവേ ഇതാണ് സംഭവം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇപ്പം എൻ്റെ കുറച്ച് അറിവുകളും ഇതും കൂടെ വെച്ചിട്ട് ഞാൻ എൻ്റെ അറിവുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ ആയിട്ട് തോന്നരുത്. കാരണം ഇവിടെ ഈ പറയുന്ന സഹസ്രാര പത്മത്തിനെ കുറിച്ചും ഭ്രൂമധ്യത്തിലേക്ക് വരുന്ന കുണ്ടലിനി ശക്തി ആവാഹിച്ചു വരുത്തിയിട്ടുള്ള സമാധിയെക്കുറിച്ചൊക്കെയാണ്. അത് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവമൊന്നുമല്ല. അത് കാരണം നമ്മുടെ പണ്ടത്തെ മുനികളും ഋഷികളും ഒക്കെ അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലൂടെ അവരുടെ ജീവനെ ത്യജിച്ച ആൾക്കാരാണ്. ഓക്കെ, അവർ എന്താണ് സമാധിയാവുക അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് വിലയം പ്രാപിക്കുക, അവരെവിടെയാണോ വന്നത് അതിലേക്ക് തന്നെ അങ്ങ് അലിയുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത്, ഈ ഒരു കോണ്ടക്സ്റ്റിൻ്റെ അകത്ത് എന്ത് നടന്നിട്ടുണ്ടാവാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇത് ഇപ്പം സാധാരണ സമാധി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഇടുപ്പെല്ലിൻ്റെ ഭാഗത്ത്, അഥവാ നമ്മുടെ നട്ടെല്ലിൻ്റെ ഈ ചുവട് ഭാഗത്ത് അതിൻ്റെ ഏറ്റവും താഴെ നമ്മുടെ സഹസ്രാര പത്മം എന്നുള്ള സ്ഥലത്തിൻ്റെ അകത്ത് ഒരു ചെറിയ പാമ്പിൻ കുഞ്ഞിനെ പോലെ അവിടെ കുണ്ടലിനി ശക്തി, ഏറ്റവും വലിയ ശക്തിയായിട്ട് കുണ്ടലിനി ശക്തി ഉറങ്ങുന്നു എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ഇടത് സൈഡിൽ ഈ നമ്മുടെ മൂക്കിൻ്റെ ഈ ഇടത് ഭാഗം വലത് ഭാഗം എന്നുള്ളത് പോലെ അവിടെ രണ്ട് നാഡികൾ പോകുന്നു. ഇട പിങ്കള, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് നാഡികൾ പോകുന്നു. ആ സ്ഥലത്ത് കൂടെ നമ്മുടെ ഷഡാധാരങ്ങൾ അഥവാ ഷഡാധാരം ഈ ഒരു 6 സ്റ്റെപ്പുകൾ പോലെ ചിന്തിക്കുക. ഇതിൻ്റെ ഇതുവരെ നിൽക്കുന്ന ഒരു 6 സ്റ്റെപ്പുകൾ. അപ്പം ഈ 6 സ്റ്റെപ്പുകളിലൂടെ ഇത് ഉയർത്തിക്കൊണ്ട് വന്ന്, അഥവാ ഈ കുണ്ടലിനി ശക്തി ഇങ്ങനെ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രാണായാമയിലൂടെയാണ്. പ്രാണായാമം എന്ന് വെച്ചാൽ ശ്വാസം നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടുള്ള പരിപാടി. അതിലൂടെ നമ്മുടെ ഈ ആ പ്രയത്നത്തിലൂടെ ഒരു നല്ല രീതിയിൽ പ്രയത്നത്തിലുള്ള ആൾക്കാർ പണ്ട് കാലത്ത് ചെയ്തിട്ടുണ്ട്. അതിന് സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ദയാനന്ദ സരസ്വതി, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാർ. പക്ഷേ ഇത് വിശ്വസിക്കാൻ പാടും ഇവിടെ തന്നെയാണ്. അതായത് ഈ വ്യക്തി ഈ പറഞ്ഞ സമാധിക്ക് പോകുന്നതിന് മുമ്പ് എന്താ പറയുക, ഡയബറ്റീസ്, നമ്മുടെ ഇൻസുലിൻ എടുത്തു. ഡയബറ്റീസിൻ്റെ ഇഷ്യൂ കാരണം ഇൻസുലിനൊക്കെ എടുത്തിട്ട് പ്രഷറിൻ്റെ ഗുളികയോ എന്തൊക്കെയോ ഷുഗറിൻ്റെ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് പുള്ളി പോയി സമാധി ഇരിക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് പറയുമ്പോൾ എന്ത് മണ്ടത്തരം വിളിച്ച് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ കുണ്ടലിനി ശക്തി അവിടെ നിന്ന് നമ്മുടെ ഈ മെഡിറ്റേറ്റ് ചെയ്ത് വിളിച്ചുണർത്തി അതിനെ ഇവിടുന്ന് ഈ ഭ്രൂമധ്യം എന്ന് പറയുന്ന സാധനം ഈ നമ്മുടെ ഈ പുരികങ്ങളുടെ നടുവിൽ, അതായത് ഈ സിന്ദൂരം തൊടുന്ന സ്ഥലം എന്നാ പറയുന്നത്. അപ്പം ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെ അവിടെ വെച്ചിട്ട് തന്നെ ആ ഒരു പ്രകാശത്തിലേക്ക് അലിയിച്ച് കളയുന്നു, അഥവാ വ്യക്തി മരണപ്പെടുന്നു എന്നുള്ള തരത്തിലേക്കാണ്. അത് അപ്പോഴേക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, മറ്റ് പല തരത്തിലുള്ള ശാരീരിക സംഭവങ്ങളൊക്കെ നിലച്ച് മരണപ്പെടാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ സമാധി നടന്നിട്ടുണ്ട്, സീരിയസ്ലി നടന്നിട്ടൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് ഞാൻ മരണപ്പെടും അല്ലെങ്കിൽ ഞാൻ സമാധിയാകുമെന്ന് പറയും. മരണം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കേട് മൃത്യു മരണമല്ല, മൃത്യു, ആര് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സോ ശരി, ഇവരുടെ ഭാഗത്ത് മൃത്യു, ആ മൃത്യുവിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് പോകുന്ന പുള്ളിയുടെ പ്രഡിക്ഷനിൽ കാത്തിരുന്ന മക്കളും കുടുംബവും അവരെല്ലാ സാധന സാമഗ്രികളുമായിട്ട് വാങ്ങി വെച്ച് കാത്തിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനുശേഷം നോക്കിയപ്പോഴേക്കും അവസാനം അയാൾക്ക് എടുക്കുന്ന ഇൻസുലിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇൻസുലിൻ്റെ സംഭവം ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ട്, ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ട്. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് വെച്ചാൽ രക്തത്തിൻ്റെ ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന സംഭവം. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വെച്ചാൽ രക്തത്തിൻ്റെ ഷുഗർ ലെവൽ കുറഞ്ഞു നിൽക്കുന്നതിനെ അതിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന സംഭവമാണ്. കൂടിയതിനെ കുറയ്ക്കാനും കുറഞ്ഞതിനെ കൂട്ടാനും എന്നുള്ള സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ഇൻസുലിനുണ്ട്. അപ്പം അത് ഹ്യൂമൻ ഇൻസുലിൻ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അത് പലതരത്തിൽ കമ്പനികളിലൊക്കെ ഉണ്ട്. അതിലൊരു ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയുള്ള നോവോ നോർഡിസ്ക് എന്നുള്ള കമ്പനി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റും. സോ അങ്ങനെ ആ ഇൻസുലിൻ പെന്നോ അതൊക്കെ വെച്ചിട്ട് അവർ കുത്തിവെച്ച് ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇതുണ്ട്, IU എന്ന് പറയും, ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ആ IUവിൽ കൂടുതലായി കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ ശരീരത്തിൻ്റെ അകത്ത് ഹൈപ്പോഗ്ലൈസീമിയോ ഹൈപ്പർ ഗ്ലൈസീമിയോ എന്തോ ഉണ്ടായിരുന്നു, അയാളുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ളത് ഇവരുടെ ആരെങ്കിലും ആണെങ്കിൽ ആ IU എന്നുള്ള സാധനത്തിന് ഉള്ളതിൽ നിന്നും കുറച്ച് അധികം കൂട്ടി വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്യുകയും ഈ പുള്ളി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അബോധാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും. അങ്ങനെ വന്ന മരണം വരെയും സംഭവിക്കുന്നത് വേറെ കാര്യം, ഇയാൾ അവശതയിലേക്ക് കടന്നു എന്നാണ് അറിയുന്നത് ഈ ഗോപൻസ്വാമി. അപ്പോൾ അദ്ദേഹത്തിന് അതിനുശേഷം ഇവർ അബോധാവസ്ഥയിലായ അദ്ദേഹത്തിനെ കൊണ്ട് ഈ കുഴിക്കകത്ത് കൊണ്ടിരുത്തിയിട്ട് അത് സ്ലാബിട്ട് മൂടിയതാവാം, അതിനകത്തിരുന്ന് അയാൾ മരിച്ചതാവാം, അതൊരു സാധ്യത. രണ്ടാമത്തത്, ഇയാൾ സ്വാഭാവികമായിട്ടും സ്വന്തം വീടിൻ്റെ അകത്ത് വെച്ച് തന്നെ ഇയാൾക്ക് ചിലപ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ടാകും, അതിനുശേഷം കൊണ്ടുപോയി ഈ ഒരു കുഴിക്കകത്ത് കൊണ്ട് വച്ചതുമാകാം. അയാൾ അവിടെ ശവമഞ്ചം അല്ല മറ്റേ ഈ കല്ലറയെ കെട്ടി വെച്ചിട്ടുണ്ട്, സമാധിയുടെ സംഭവങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെന്നുള്ള സത്യം. കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്. എന്ന് കരുതി അയാൾ ഒരു സുപ്രഭാതത്തിൽ അതിനകത്ത് മരണപ്പെട്ട് സമാധിയായി എന്ന് പറയുന്നതല്ലല്ലോ അതിൻ്റെ ഒരു ന്യായം. ഓക്കെ, അപ്പം ജനങ്ങൾ കൂടെ കാണൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് സമാധിയാകുന്നവരുടെ ഇത്. ഓക്കെ, അപ്പം എന്തായിരുന്നാലും അത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സമാധിക്ക് വേണ്ടിയിട്ട് പോയി, ഇവരെല്ലാം ചുറ്റുമുണ്ട്, അഥവാ ഈ മക്കളും ഭാര്യയൊക്കെ അടുത്തുണ്ട്. പണ്ട് കാലത്ത് കേൾക്കുന്നൊരു കാര്യമാണ്, എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. അത് സത്യമാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഭ്രൂമധ്യത്തിലേക്ക് ഈ പറയുന്ന നമ്മുടെ കുണ്ടലിനി ശക്തി ആവാഹിച്ച് വരുന്ന സമയത്ത്, അതിന് കഴിയാതെ വരുന്ന സമയത്ത് ഈ മൂർധാകം അഥവാ നെറ്റിയുടെ നമ്മുടെ ഈ തലയുടെ മുൾഭാഗത്തുള്ള ഒരു പതപ്പെന്ന് പറയില്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആ പതപ്പ് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും. ജനിച്ച കുഞ്ഞുങ്ങൾക്ക് നോക്കി അറിയാം, ഈ തലയുടെ ഉച്ചം തലയിൽ അവിടെ പതപ്പ് നമുക്ക് ഇപ്പോഴും തൊട്ടാൽ ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്, അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പം ആ സ്ഥലത്ത് ഇങ്ങനെ പതപ്പ് പൊങ്ങുകയും അവസാനം അയാൾ മരിക്കാതെ വന്നു കഴിഞ്ഞാൽ, അഥവാ സമാധി ആവാൻ നിൽക്കുന്ന ആൾ മരിക്കാതെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ തേങ്ങയുടെ അറ്റം അഥവാ നമ്മുടെ സാധാരണ നാളികേരത്തിൻ്റെ അഗ്രഭാഗത്തിനെ കൂർപ്പിച്ചിട്ട് ഇവിടെ കുത്തി അതിനെ പൊട്ടിച്ചിട്ട് ആളെ കൊലപ്പെടുത്തി തന്നെ സമാധിയാക്കുന്ന പരിപാടിയുണ്ട്. സമാധിയാവാൻ വേണ്ടിയിട്ട് ഒന്നാൾ സമാധിയാവാത്തത് കൊണ്ട് സമാധിയാക്കുന്ന പരിപാടിയെ സമാധി എന്നും പറയും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് കാലങ്ങൾ ആദ്യം ചോദ്യം ചെയ്യാത്ത ഒരു കാര്യമുള്ളതുകൊണ്ടും ഇന്ന് അത് വളരെയധികം ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ചോദ്യങ്ങൾ വരും. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബക്കാരോ വീട്ടുകാരോ മറ്റുള്ള ആൾക്കാരും അയാളുടെ കാര്യത്തിൽ കൺസേൺ അല്ലെങ്കിൽ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, നിയമ സംവിധാനമുണ്ട്. അതിനെ കബളിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും സമാധിയായി എന്ന് അതിൽ കൊന്ന് കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ ഇനി ഈ നാട്ടിൽ മൊത്തം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓരോ സമാധി കല്ലറകളായിരിക്കും. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അയാൾ സമാധിയായി, എൻ്റെ വീട്ടിൽ ഇന്ന ആൾ സമാധിയായി, അയാൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ബോധോദയം ഉണ്ടായി. ഓക്കെ, അപ്പോൾ തത്വജ്ഞാനവും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെ പുള്ളിക്കാരൻ സമാധിയായി എന്ന് പറയുന്നത് പോലെ ഇവിടെ ഗോപൻസ്വാമിയെ മിക്കവാറും അടിച്ചിരുത്തി അവിടെ കൊണ്ടുപോയി ഇരുത്തി ഇവർ ചെയ്ത എന്തോ പരിപാടിയാണ്. അതിനകത്ത് ഇത് മിക്കവാറും ആ കല്ലറ പൊളിക്കുന്ന സമയത്ത് അതിലെ ബാക്കിയുള്ള ഫോറൻസിക് പരിപാടി, അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിയുന്ന സമയത്തോടു കൂടി ഇവർ 3 പേരും അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അകത്തുള്ള ആ 3-4 പേരും അവർ നേരെ അറസ്റ്റിലേക്ക്, നമ്മുടെ നരഹത്യക്ക് അഥവാ കൊലപാതക ശ്രമത്തിന് കൊലപാതകത്തിന് തീർച്ചയായിട്ടും ഒരു അകത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. ഗണിച്ച് പറയുന്നൊന്നുമല്ല, വ്യക്തമാണ്. കാരണം ഈ സമാധിയെക്കുറിച്ച് അറിയാത്തവരടുത്തേക്ക് ഈ മണ്ടത്തരം വിളിച്ച് പറഞ്ഞാൽ സംഭവം ഈ ഇവർ പറയുന്ന സംഭവത്തിൻ്റെ അകത്ത് തന്നെ അസ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ്, സ്വാഭാവികമായിട്ടുള്ള രീതിയിലേ അല്ല അവർ സംസാരിക്കുന്നത്. നമ്മളൊക്കെ പറയില്ല, ഒരു കിളി പറന്നു പോയ സാഹചര്യം പോലെയാണ് ഇവരുടെ സംസാരം. ഈ പറയുന്ന ഋഗ്, യജുർ, സാമവേദങ്ങൾ, അതുപോലെ തന്നെ ഈ വേദങ്ങളായിക്കോട്ടെ, ഉപനിഷത്തുകളായിക്കോട്ടെ, അതുപോലെ തന്നെ സ്മൃതി ആയിക്കോട്ടെ, ഭാഷ്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ഇതര ഭാഗവതം, അങ്ങനെ ശിവപുരാണമൊക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം ഞാൻ എൻ്റെ ഏതാണ്ട് 20-22 വയസ്സിന് മുമ്പേ ഞാൻ വായിച്ചിട്ടുള്ള ആളാണ്. വായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വലിയ മഹത്തരമായിട്ടുള്ള കാര്യം ഒന്നും വിചാരിക്കരുത്. കാരണം എൻ്റെ ഇതേ പുസ്തകങ്ങളെല്ലാം എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ സന്യാസം എന്നുള്ള സാധനത്തിനെ കുറിച്ച്, സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നതിനെ കുറിച്ചും അതിനുശേഷം ആ ഒരു സന്യാസി അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതൊന്നുമല്ല, ഈ പ്രായത്തിലല്ല, ഇതിൻ്റെ ഏതാണ്ട് 10-15 വർഷത്തിന് മുമ്പുള്ള പ്രായത്തിൽ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിലെ കൂടെയൊക്കെ നടന്നു പോയ ഒരാളെന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അടുത്തറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സുപ്രഭാതത്തിൽ പുറനാട്ടുകാരെ ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ മുമ്പിലേക്ക് വരെ എത്തിയ ആളായിരുന്നു ഞാൻ. ഓക്കെ, അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും ഞാനെക്കുറിച്ച് ഇത് സംസാരിക്കുന്നില്ല. എനിവേ, ഇവിടെ ഈ ഒരു കണ്ട കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹിമവാന്റെയോ അല്ലെങ്കിൽ മറ്റ് മുനിമാരുടെയൊക്കെ, അഗസ്ത്യ മുനിയുടെയൊക്കെ ഇത് കെട്ടിവെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇവരെല്ലാവരും മുനിമാരാകുന്നു എന്നോ, അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഈ പുള്ളിക്കാരൻ സമാധിയായെന്നോ പറയാൻ
ഇത് അറിയാത്തവരോട് പറയാം, പക്ഷേ ഇത് അറിയുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരം എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ കാര്യമായിക്കോട്ടെ, ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ കാര്യമായിക്കോട്ടെ, മുൻകാലത്തിലുള്ള പല ജീവിച്ച് മരണപ്പെട്ടിട്ടുള്ള ആൾക്കാർ, പല ഋഷിവര്യന്മാരായിക്കോട്ടെ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ മരണത്തിന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്നവർ തന്നെയായിരുന്നു. അതേ സമയത്ത് തന്നെ വളരെ വിശാലമായ ഒരുക്കങ്ങളും പൂജയോടും കൂടി അത് നടക്കുകയും വളരെ വലിയൊരു ആൾക്കാർ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലാണ് അവർ സമാധിയാവുന്നത്. അല്ലാതെ രഹസ്യമായിട്ട് പോയിട്ട് സമാധിയാവുന്ന പരിപാടിയൊന്നും ആയിരുന്നില്ല നടന്നത്. സോ ഇവിടെ അതിനിടയിൽ കൂടെ മതത്തിനെ കുത്തിക്കയറ്റിയിട്ട് മറ്റു പലതും കുത്തിക്കൊണ്ടിരുന്നു. എന്താണ് നമ്മുടെ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഇസ്ലാമുകൾ എന്ത് ചെയ്തത്? കഴിഞ്ഞ ദിവസം ഇന്ന് കണ്ടൊരു വാർത്തയാണ്. അതായത് റഷ്യയിലെ ഒരു കൂലിപ്പട്ടാളത്തിൽ ഒരാൾ മരണപ്പെട്ടു, മറ്റൊരാൾ അവിടെ വളരെ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നു. അവിടെ ആ ഒരു വ്യക്തികൾ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലായിരുന്നെങ്കിൽ അവിടെ തീവ്രവാദികളൊന്ന് മുദ്ര കുത്തിയേനെ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ചുറ്റുപാടും എല്ലാ മതങ്ങളിലുള്ള ആൾക്കാരും ഉണ്ട്. അതേസമയത്ത് തന്നെ ഈ മതങ്ങൾക്കിടയിൽ തന്നെ വ്രണപ്പെടുത്തിക്കൊണ്ട് പുരോഗമനം പറയുന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ മുതലെടുപ്പ് നടത്തുന്ന ആൾക്കാരും ഉണ്ട്. മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. ഈ പറയുന്ന മുതലെടുപ്പ് നടത്തുന്നവർ പ്രധാനമായിട്ടും ഈ ഗോപൻ സ്വാമിയുടെ ഈ ഒരു ആൾക്കാരെ ശരിക്കും മുതലെടുപ്പുകാരായിട്ട് കാണാം. അവരെന്നിട്ടും ഹിന്ദു മതം, ഹിന്ദു ധർമ്മത്തിനെ കുറിച്ച്, എന്ത് ഹിന്ദു ധർമ്മത്തിനെ കുറിച്ച് പറയാനുള്ള യോഗ്യതയാണ് ഇവർക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഹിന്ദു മതമോ ഹിന്ദു ധർമ്മമോ എവിടെയാണ്? ഇവർ ഇത്രത്തോളം ഉന്നതയിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്? വിശിഷ്ടീയത ആ ബഹുവ എന്ന് പറയുന്നു, എല്ലാം അവരിൽ നിന്നും വരുന്നെന്ന് വേദങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഉത്തമം ബ്രഹ്മസദ്ഭാവോ ധ്യാനഭാവസ്തു മധ്യമ അധമസ്തോത്ര പൂജസ്യ ബഹീഹി പൂജാതമാതമെന്ന് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നു. അതിനർത്ഥം എന്താണ്? നമ്മുടെ ഏറ്റവും ക്ഷേത്രാചാരങ്ങളും മറ്റുള്ള സംഭവങ്ങളെക്കാട്ടിലപ്പുറം ബ്രഹ്മത്തിനെ അറിയുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നു. അങ്ങനെ അറിഞ്ഞവന് മറ്റൊന്നിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഈവൻ ഒരു പുഴുവിനെയോ പൂച്ചയോ പുല്ലിനെയോ പോലും കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ വന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുകയാണ്, മുസ്ലിം തീവ്രവാദികളാണ്, മറ്റതാണ് മറിച്ചാണ്. ഇവർ എന്ത് വായിച്ച് പഠിച്ചിട്ടാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അജ്ഞാനികളെന്ന് പറയാം? ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് അജ്ഞതയുള്ളവരാണെന്ന് പറയാം. അല്ലാതെ ഇതൊക്കെ ശരിക്കും ഇത് ആൾക്കാരെ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുകയും സമാധി സ്ഥലം ഉണ്ടാക്കി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇതിനെ വച്ചുകൊണ്ട് വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി അതിൽ വെച്ച് പൈസ ഉണ്ടാക്കാമെന്നുള്ള പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം അന്വേഷണത്തിൽ തെളിയും. തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു ഗവൺമെൻറ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും അധികം പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഗോപൻ സ്വാമിക്ക് നല്ല നമസ്കാരം. ബൈ.